ഗായ്സ്, അപ്പോൾ ഇതാ എൻ്റെ ഷോപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നും എന്നല്ലേ കാണാറ്, അപ്പോൾ ഇന്നൊരു വെറൈറ്റി ആയിക്കോട്ടെ വെച്ചിട്ടാണ് കേട്ടോ. അതാണ് എൻ്റെ 4 തങ്കക്കുടങ്ങൾ. പിന്നെ എന്താ പറയുകയെന്ന് വെച്ചാൽ കുറച്ച് വിശേഷങ്ങളുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ഞാൻ പറയാം കേട്ടോ. അപ്പോൾ വിശേഷങ്ങൾ എന്താണെന്ന് വെച്ചാൽ എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ സമയം 12:30 ഞാനിതാ ചായ കുടിക്കാൻ പോവുകയാണ്. പിന്നെ ചായൻ്റെ കൂടെ എന്താണെന്ന് വെച്ചാൽ ഞാനേ അതിൻ്റെ മുന്നേ കുറച്ച് കാര്യങ്ങൾ പറയാം. അപ്പോഴേ ഇന്ന് സൺഡേ ആണ് കേട്ടോ. ഞാൻ ഷോപ്പിൽ ലീവാണ്. കാരണം വിഷുവൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ അതിൻ്റെ ഇടയിൽ ഒരു ദിവസം ലീവ് എടുത്തു. പിന്നെ എന്നാലും ഒന്നും കൂടി ലീവ് എടുക്കാൻ വിചാരിച്ചു. കുറച്ച് വർക്കുണ്ട് വീട്ടിൽ ചെയ്ത് തീർക്കാൻ. പക്ഷേ അപ്പോൾ കസ്റ്റമർ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞ് ഇന്നലെ കൊണ്ടുവന്ന ഒരു ബ്ലൗസാണ്, അപ്പോൾ അവർക്ക് ഇന്ന് തന്നെ വേണമെന്നാണ്. അപ്പോൾ ഞാൻ ഒരുപാട് പറഞ്ഞു എനിക്ക് ടൈമില്ല, ഞാൻ ഇന്ന് ലീവല്ലേ. അപ്പോൾ പക്ഷേ എന്ത് പറഞ്ഞിട്ടും അവർ സമ്മതിക്കില്ല. വിളിച്ചുകൊണ്ടിരിക്കുക, മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ എന്ത് വിചാരിച്ചു, നമ്മൾ സ്ഥിരം കസ്റ്റമർ നമുക്ക് അവോയ്ഡ് ചെയ്യാനും പറ്റില്ല. അപ്പോൾ എന്നാൽ ആയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞ് ഞാനിപ്പോൾ ഷോപ്പിലേക്ക് വന്നതാണ് കേട്ടോ. അപ്പോൾ സമയം 12:30 ഈ സമയത്ത് ഞാൻ ഷോപ്പിലേക്ക് വരുന്നത്. അപ്പോൾ ബ്ലൗസ് ഏതാണെന്ന് വെച്ചാൽ ഇതാണ് ബ്ലൗസ് കേട്ടോ. തയ്ക്കാണ് ബ്ലൗസ് ഇതാണ്. അപ്പോൾ അവർക്ക് നാളത്തെ എന്തോ പരിപാടിയാണ്, അതിന് വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ഞാൻ ലൈനിങ് എടുക്കാൻ വേണ്ടി നാറമ്പിലൊന്ന് പോയി. അപ്പോൾ നാറമ്പിൽ പോയിട്ട് ഇപ്പം എത്തിയിട്ടുള്ളൂ. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ എന്തൊരു ചായക്ക് കഴിക്കാൻ ഞാൻ ചായ മാത്രമല്ല 2 കറക്റ്റ് നെയ്ച്ചോറ് അടിപൊളി 2 പഴംപൊരി വാങ്ങിയിട്ടാണ്. ഇത് എവിടുന്നാന്ന് വെച്ചാൽ നാറമ്പിൽ ഒരു ഹോട്ടൽ വന്നിട്ടുണ്ട്. എൻ്റെ ഷോപ്പിൻ്റെ അവിടുന്ന് ഒരു 100 മീറ്റർ ഉള്ളൂ. അപ്പോൾ അവിടെ ഇപ്പോൾ ഒരു ഷോപ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ അവിടുന്ന് ഞാനിതേ കണ്ടു അടിപൊളി ചിക്കൻ ബിരിയാണി വാങ്ങിക്കാം. ചിക്കൻ്റെ തോന്നുന്നുണ്ട് നല്ല അടിപൊളി ബിരിയാണി വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇതൊക്കെ ഇല്ല. അപ്പോൾ ചായക്ക് കടിയായിട്ട് ഞാൻ അവിടുന്ന് എന്ത് ചെയ്തു, 2 പഴംപൊരി വാങ്ങി. അപ്പം ഞാൻ അത് കഴിക്കട്ടെ, എന്നിട്ട് വേണം സടപടാച്ചിട്ട് പരിപാടികൾ തുടങ്ങാൻ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇന്ന് കൊടുക്കാനുള്ള വേറെയും കുറച്ച് വർക്ക്, ഇന്നല്ല ഞാനിപ്പോൾ ഇന്ന് കട്ട് ചെയ്ത് കൊണ്ടുവന്ന കുറച്ച് വർക്കുണ്ട്, അതും കൂടി കാണിക്കാട്ടോ. അപ്പോൾ ഇതാ ഞാൻ കട്ട് ചെയ്ത് വെച്ച 2 ബ്ലൗസ്. പിന്നെ ഇത് ഒരു ആൾക്കുള്ളതാണ് കേട്ടോ. ഇതിൻ്റെ കൂട്ടുകാരത്തിൻ്റെ അമ്മക്കുള്ളതാണ്. പിന്നെ ഇത് വേറൊരാൾക്കുള്ളതാണ്. ഇതൊക്കെ ഞാൻ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ വെക്കണം കേട്ടോ. അതിൻ്റെ എന്താ പറയുക, അളവുകൾ മാറാതിരിക്കാൻ വേണ്ടി ഇങ്ങനെയാണ് വെക്കാറ്. അപ്പോൾ ഇത് 3 ബ്ലൗസായി. പിന്നെ ഇപ്പോൾ കാണിച്ചത് 4 ബ്ലൗസ്. പിന്നെ അതിൻ്റെ കൂടെ ഉള്ളതാണ് വേറെ. ഈ ബ്ലൗസ് കാണിച്ചില്ലേ, ഇതിൻ്റെ കൂടെ ഉള്ളതാണ് കേട്ടോ. ഇത് അമ്മക്കും മോൾക്കാണ് എന്താണ് ഈ ബ്ലൗസ്. ഇതൊക്കെ കട്ട് ചെയ്ത് വെച്ചതാണ്. നൈറ്റ് ഇപ്പം ഒന്ന് ഷോപ്പിലേക്ക് വരുന്നില്ല വെച്ചിട്ട് ഞാൻ രാവിലെ എന്ത് ചെയ്ത് കട്ട് ചെയ്ത് വെച്ചതാണ് കേട്ടോ. അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഓൾട്രേഷനാണ് കേട്ടോ. 2 ഓൾട്രേഷൻ ചെയ്യാനുണ്ട്. 2 ടോപ്പുകളാണ്. 2 ടോപ്പാണ്. ഇത് 2 ഓൾട്രേഷൻ ചെയ്യാനാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ ഇന്ന് നാളെയായിട്ട് ചെയ്യാനുള്ള വർക്കുകൾ കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയിൽ ഇനിയുണ്ട്. ഇതൊക്കെ ഒന്ന് സെറ്റ് ആവട്ടെ, എന്നിട്ട് കാണിച്ചു തരാം എന്തൊക്കെയാണ്. അപ്പോൾ ഞാൻ എന്താ ചെയ്യുക, ചായ കൊടുക്കട്ടെ. എൻ്റെ ചായ ചൂടാറിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഫുഡ് കഴിക്കാൻ പോവുകയാണ്. താഴെ ഇരുന്നിട്ടാണ് ഫുഡ് കഴിക്കുന്നത്. സാധാരണ മെഷീൻ്റെ അവിടെ ഇരുന്നിട്ടാണ് കഴിക്കാറ്. അപ്പോൾ ഇന്ന് വിചാരിച്ച അവിടെ നിന്ന് കഴിക്കാം. അല്ല അപ്പോൾ കണ്ട സാധനം കണ്ട നല്ല അത്യാവശ്യം ചെറിയ ഒരു പീസ്. പിന്നെ അത്യാവശ്യം 2 വലിയ പീസുണ്ട് കേട്ടോ. 2 പീസുണ്ട്. സൂപ്പറാണ്, കുഴപ്പമില്ല. ഞാൻ കുറേ മുന്നേ കുറ്റിപ്പുറത്തുനിന്ന് വാങ്ങിയിരുന്നു. അതിനെക്കാട്ടും ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പിന്നെ കുറ്റിപ്പുറത്ത് മാത്രമല്ല, പല സ്ഥലത്തുനിന്ന് ഞങ്ങൾ വാങ്ങാറുണ്ട്. വട്ടർക്കാവിൽ വാങ്ങാറുണ്ട്, പിന്നെ സാപ്പപ്പടിക്കുന്ന് വാങ്ങാറുണ്ട്, നാറമ്പെന്ന് വാങ്ങാറുണ്ട്, ചെമ്പിക്കുന്ന് വാങ്ങാറുണ്ട്. അങ്ങനെ പല സ്ഥലത്തുനിന്ന് വാങ്ങാറുണ്ട്. കുഴപ്പമില്ല, അടിപൊളി. ചിക്കൻ പൊരിച്ച് വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഗൈസ് ഒന്നും പറയാനില്ല. ഞാൻ ബ്ലൗസ് തയ്ച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഭയങ്കര കേട് 2-3 ദിവസമായിട്ട് ഇപ്പോൾ ഫുഡൊന്നും കറക്റ്റിലല്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് തോന്നുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ബിരിയാണിയും കൂടി കഴിച്ചപ്പോൾ വയറിന് ഭയങ്കര ഗ്യാസിൻ്റെ പ്രശ്നം. അപ്പോൾ അതായത് ജീരക സോഡ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ.
അതിൻ്റെ ഇടയിൽ കുറച്ചൊക്കെ കുടിച്ചപ്പോൾ ഒരു ആശ്വാസമുണ്ട്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ സ്ഥിരം സുന്ദരേട്ടൻ്റെ ഒക്കെ ചായ തന്നു. ആൾ 3:30 വന്ന് കറക്റ്റ് എനിക്ക് ചായ തന്നു. ഞാൻ ചായൻ്റെ കൂടെ കഴിക്കാൻ ഇത് ബിസ്ക്കറ്റും തന്നിട്ടോ. ഞാൻ വേണ്ടാന്നൊക്കെ പറഞ്ഞു, എനിക്ക് വയറിന് സുഖമില്ലാത്തതുകൊണ്ട്. പക്ഷെ ആൾ പറഞ്ഞു കഴിച്ചോളൂ. അപ്പം ഞാനിത് കുടിക്കട്ടെ കേട്ടോ. ചൂടാറുന്നതിൻ്റെ പിന്നെ ബ്ലൗസിൻ്റെ പണി ഫുള്ളായിട്ടില്ല, ഫുള്ളാക്കാനുണ്ട്. ഫ്രണ്ട് പോർഷൻ തയ്ച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ബ്ലൗസുകൾ ഓരോന്ന് അടിച്ചിങ്ങനെ കഴിയുന്നതിനനുസരിച്ച് എനിക്ക് വേറെ വർക്ക് കിട്ടിയിട്ടുണ്ട്. കല്യാണ വർക്ക് തന്നെയാണ് കേട്ടോ. നമ്മളുടെ ന്യൂ കോട്ടൺ കളക്ഷൻസ് തിരൂരിൽ നിന്നുള്ള ഷോപ്പിൽ നിന്ന് എടുത്ത ഡ്രസ് കോഡിൻ്റെ ആണ്. അവിടെ നിന്ന് എടുത്തുകൾ തുണി മെറ്റീരിയൽസാണ്. അപ്പോൾ ഞാൻ എന്തൊക്കെയാണ് കാണിച്ചു തരാം കേട്ടോ. മെറ്റീരിയൽസും ഉണ്ട്. പിന്നെ നല്ലൊരു ഓഫ് വൈറ്റിലുള്ള തുണിയാണ് കേട്ടോ. ഒരു ചെറുതായിട്ടൊരു ഓഫ് വൈറ്റും ആണ്. പിന്നെ നമ്മളുടെ ടിഷ്യൂ മെറ്റീരിയലാണ് കേട്ടോ. അതിന് ഒരു ഇലയുടെ പോലെ, പിന്നെ ഒരു വെണ്ണൂറും കളർ എന്താ പറയുക എനിക്കറിയാം. ഇതേ കണ്ടോ, അങ്ങനെയാണ് വരുന്നത് തുണി കേട്ടോ. ഇതൊരു ടോപ്പ് തയ്ക്കാനുള്ളതാണ്. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ കൂടെ ഇത് രണ്ടാൾക്കുള്ള ഷർട്ടാണ് കേട്ടോ. പിന്നെ വേറൊരു മെറ്റീരിയലാണ് ഇത്. അയ്യോ, ഇതാ തോന്നുന്നു ഷർട്ട്. അപ്പോൾ ഇതെന്തിനാ അറിയില്ല. അവർ വേഗം തന്നുകാണ്ട് പോയി. എനിക്ക് കുറച്ച് തിരക്കിലല്ലേ, ഞാൻ ഇന്ന് കുറച്ച് തിരക്കില്ലെന്ന് പറഞ്ഞപ്പോൾ അവർ നാളെ വന്നിട്ട് ഓർഡർ തരാമെന്ന് പറഞ്ഞു. എന്തൊക്കെയാണ് ചെയ്യേണ്ടതുള്ള, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇതുണ്ട്, പിന്നെ ഇതുണ്ട്. അതിൻ്റെ ഇടയിൽ ഓൾട്രേഷൻ ചെയ്യാനുള്ളതുകൊണ്ട് കേട്ടോ. അടിപൊളി ഇത് നല്ലൊരു നല്ല മുത്തുകളൊക്കെ വെച്ചിട്ടുള്ള ഓൾട്രേഷൻ ചെയ്യാനാണ്. അതുകൊണ്ട് അതിൻ്റെ ഇടയിൽ ഇതുണ്ട് ഉണ്ടോ, വേണ്ട ഇതൊക്കെ ഓൾട്രേഷൻ ചെയ്യാനുള്ള കേട്ടോ. പിന്നെ അപ്പോൾ ഇതൊക്കെയാണ് അടുത്ത കല്യാണ വർക്ക് കേട്ടോ. പിന്നെ ഇത് തയ്ക്കൽ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ വേറെ വീഡിയോയിൽ കാണിക്കാം. പിന്നെ വേറെയൊക്കെ തന്നെയാണ്. അപ്പം നേരം ഒരുപാടായി, ഞാൻ പോട്ടെ കേട്ടോ. ഇത് കണ്ടോ, അമ്പലത്തിൽ പാട്ട് വെച്ചു. ഇപ്പോൾ സമയം 6:08 ആയിട്ടുണ്ട്. അപ്പോൾ ഓക്കെ ബൈ. അപ്പോൾ ഇന്നത്തെ ജോലി കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ സോഡ കുപ്പി ഇരിക്കണ കൊണ്ടുകൊടുക്കുന്നു. അപ്പോൾ ഓക്കെ ബൈ.